രണ്ട് കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഈ പാർലമെന്റിന്റെ സമ്മേളനം തന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം നടത്തുക സാധ്യമല്ല, ഒരു പോളിസി ഡിസിഷൻ ഉണ്ടാക്കുക സാധ്യമല്ല. അത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം തടയപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഗുണകരമായ രീതിയിൽ ഒരു നിയമനിർമ്മാണം ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ സമയത്ത് നടത്താൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് പറയാം, ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ സമ്മേളനം യഥാർത്ഥത്തിൽ ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ മൗനം പാലിച്ചു. ഒടുവിൽ എന്താ സംഭവിച്ചത്? 131 ആർട്ടിക്കിൾ ഭേദഗതിയോടുകൂടി കൊണ്ടുവന്നു. എന്താ സംഭവിച്ചത്? ഹിന്ദി ബെൽറ്റിലുള്ള വിഭാഗത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ മണ്ഡല പുനർനിർണ്ണയം കൊണ്ടുവരാനുള്ള നീക്കമാണ് നടന്നത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദി ബെൽറ്റിൽപ്പെട്ട കൂടുതൽ ആളുകൾ, രണ്ട് തരത്തിലാണ് അവിടെ പ്രീണനം. ഒന്ന്, ഹിന്ദി ബെൽറ്റിൽപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. എത്രയാ ശതമാനം? 207 സീറ്റിൽ നിന്ന് 366 സീറ്റുകളിലേക്ക് 8 സംസ്ഥാനങ്ങളിലെ സീറ്റ് വർദ്ധിക്കും. എത്രയാ? 77% വർധനവ്. അപ്പോൾ ഹിന്ദി ബെൽറ്റിലുള്ളവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന രീതിയിൽ ഒരു ബിൽ അവതരിപ്പിച്ചത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ലംഘനമാണ്. ഇതൊന്ന്. രണ്ട്, പറഞ്ഞതെന്താ? വനിതാ സംവരണ ബിൽ ഉറപ്പുവരുത്താൻ വേണ്ടി, കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകാൻ വേണ്ടി വനിതകളെ സ്വാധീനിക്കാനുള്ള നീക്കം. ആ അർത്ഥത്തിലും ആ സമ്മേളനം റദ്ദു ചെയ്യപ്പെടാമായിരുന്നു, ചെയ്തില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവിടെ ഒരു ഒഫീഷ്യൽ മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിസാൻ കവറേജ് നടത്തിയിരിക്കുന്നു. പ്രഖ്യാപനം, രാഷ്ട്രീയ പ്രസംഗം നടത്തിയപ്പോൾ അതിനെതിരെ ഒരു വാക്കുമിണ്ടാതെ പോയി എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ. ഈ മൗനം ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയൊക്കെ പഠിക്കേണ്ട രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന്, രാജീവ് ഗാന്ധി. എന്താ പഠിക്കേണ്ടത്? 1989 പഞ്ചായത്ത് രാജ് ആക്ട് കൊണ്ടുവരുന്നു. രാജ്യം കാത്തിരുന്ന ആ ബില്ല്, പഞ്ചായത്ത് രാജ് ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ല് പരാജയപ്പെടുന്നു ലോക്സഭയിൽ. പരാജയപ്പെട്ടതിന് ശേഷം അന്ന് സ്വന്തം വകുപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഈ ദൂരദർശനും മാസ് മീഡിയയും AAR ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ഇതേപോലെ പ്രസംഗം നടത്താമായിരുന്നു. പാർലമെന്റിൽ സുപ്രധാനമായൊരു നിയമനിർമ്മാണം നടത്താൻ കൊണ്ടുവന്നിട്ടത് പരാജയപ്പെട്ട രാജീവ് ഗാന്ധി അതിൽ പക്വത കാണിച്ചു. പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലത്താണ് പഞ്ചായത്ത് രാജ് ബില്ല് നടപ്പാക്കുന്നത്. ആ പക്വത കണ്ടു പഠിക്കണമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, TN ശേഷൻ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ കഴിയുമെങ്കിൽ ഈ ജ്ഞാനേഷ് കുമാർ സ്വന്തം വീട്ടിൽ ഈ TN ശേഷൻ്റെ പടമൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. നട്ടലുള്ള ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ, ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യൻ, പൗരബോധമുള്ളൊരു മനുഷ്യൻ, ഈ രാജ്യത്ത് ഭരണഘടനയോട് ആഴവും ഉറപ്പും കൂറുമുള്ളൊരു മനുഷ്യൻ, ഒരു ജനാധിപത്യ ബോധമുള്ള മനുഷ്യൻ തിരഞ്ഞെടുപ്പിൻ്റെ കമ്മീഷൻ്റെ തലപ്പത്തുണ്ടായിരുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിക്കുന്നത് ഈ ജ്ഞാനേഷ് കുമാറിന് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ അർത്ഥത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചത് ഇരട്ടത്താപ്പാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇനേബിളിംഗ് കമ്മീഷനായി, BJPക്ക് അധികാരത്തിൽ തുടരാനുള്ള ഒരു ഇനേബിളിംഗ് കമ്മീഷനായി തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.